ശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രസകരമായൊരു ടോപ്പിക്കാണ്. ചിരിച്ചാൽ അതിന് ഗുണമുണ്ട്. ചിരിച്ചാൽ ഗുണം, ശപിച്ചാലോ നീ പിണമായി മാറും. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡോക്ടർമാർ പോലും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചിരിക്കുന്നതിനകത്ത് ഒരുപാട് നന്മയുണ്ട്, ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇന്ന് ചിലരെ കാണാൻ സാധിക്കും, എപ്പോഴും അവർക്ക് വിഷാദം, ഒന്ന് ചിരിക്കാൻ പോയിട്ട് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും പറ്റാത്ത മ്ലാനവദനം, അതുമായിട്ടിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഇനി വേറെ ചിലർ വെറുതെ കുത്തിയിരുന്ന് ആരെയും ശപിക്കല. ഇനി അവർക്ക് ആരെയും ഒരു നല്ല രീതിയിൽ കാണാനോ ഒരു നല്ല വാക്ക് ആരോടും പറയാനോ പറ്റാത്ത ആ ഒരവസ്ഥ. ഞാൻ കേട്ടാണ് ഒരു വല്യമ്മച്ചിയുടെ കാര്യം. ആ അമ്മച്ചിയുടെ പരിപാടി കുത്തിയിരുന്ന് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ശപിക്കുക. ആരമ്മച്ചിയുടെ മുമ്പിൽ കൂടെ പോയാലും അവർക്കൊരു ശാപം കിട്ടും. നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള അവസ്ഥ. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ടാകാം. ചിലർ പറയും ചിലരുടെ മാനുഫാക്ചർ ഡിഫക്റ്റാണ് എന്ന് പറഞ്ഞാൽ ചിലരുടെ ജന്മദോഷം. അതുമൂലം അവർക്ക് ഒന്ന് പുഞ്ചിരിക്കാനോ അവരുടെ മുഖത്തൊരു പ്രസാദം അതില്ലാത്ത ഒരവസ്ഥ. വേറെ ചിലരുടെ വളർത്തു ദോഷം. ഇനി അതുമൂലം അവർക്ക് ഒരു സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. മറ്റു ചിലരുടെ കർമ്മദോഷമാണ്. പറഞ്ഞാൽ അവർ തന്നെ ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങൾ അവസാനം ഇപ്പോൾ അവർക്കൊന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ പറ്റാത്ത ഒരവസ്ഥയിൽ അവരെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയായിരിക്കും. നമുക്ക് ചിരിക്കുന്നവരോ ശപിക്കുന്നവരോ ആകാം. ഇനി അതുമൂലം അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശപിക്കുന്നവരുടെ ആ ഒരവസ്ഥ വിട്ടിട്ട് ചിരിക്കുന്നവരുടെ ആ ഒരവസ്ഥയിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ദൈവഭയമുള്ളവർ ഒരിക്കലും ശപിക്കത്തില്ല. ദൈവഭയം ഇല്ലാത്തവര് ശപിച്ചാലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ദൈവഭയമുള്ളവര് ഒരിക്കലും അവർ ശപിക്കത്തില്ല. ഏതാനും വചനങ്ങൾ എടുക്കാം. സഭാപ്രസംഗൻ 10-ാം അധ്യായം 20-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. രാജാവിനെ വിചാരത്തിൽ പോലും ശപിക്കരുത്. വിചാരത്തിൽ പോലും. ദൈവഭയമുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും അവര് മറ്റുള്ളവരെ ശപിക്കുന്ന ആ ഒരു കാര്യത്തിൽ മുഴുകത്തില്ല. റോമാലേഖനം 12:14 വായിച്ചാലോ, അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഇതാണ് ദൈവം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം ദൈവമക്കൾക്ക്. ശപിക്കരുത്, മറ്റുള്ളവരെ അനുഗ്രഹിക്കുക. മത്തായി 5:43 മുതൽ വായിക്കുമ്പോഴോ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതിൽ എന്ത് കാര്യം? നിന്റെ ശത്രുക്കളെ പോലും സ്നേഹിക്കണം, നിന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അത് ചെയ്യുന്നവർക്ക് ശപിക്കാൻ പറ്റുമോ? ആരെങ്കിലും ശപിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ദൈവഭയം ഇല്ലാത്തവർ ശപിച്ചാൽ നമുക്കിട്ട് ഒരു ചുക്കും ഏൽക്കാൻ പോകുന്നില്ല, നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല. ഇനി ആരെങ്കിലും വന്ന് നിങ്ങളോട് നീ മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞാലും അതെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അത് കേട്ടപ്പോൾ മുതൽ അയ്യോ ഭാവേ അവരെന്നെ ശപിച്ചല്ലോ, ഇനി എൻ്റെ ജീവിതം എങ്ങനെയാവും? അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ, ഭയപ്പെടാൻ തുടങ്ങിയാൽ അതിന് നിന്റെ മേൽ സ്വാധീനം ഉണ്ടാവും. പ്രഭാഷകൻ 27-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവഭയമില്ലാത്ത ഒരു വ്യക്തി അകാരണമായിട്ട് ആരെയെങ്കിലും ശപിച്ചാൽ എന്തു പറ്റും? അത് അവരുടെ തലയിൽ വിനയായിട്ട് വീഴും. ശപിക്കപ്പെട്ടവരല്ല, ശപിച്ചവൻ്റെ തലയിൽ. അവിടെ ഞാൻ പറഞ്ഞേ, ശപിച്ചാൽ പിണം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി. നമ്മുടെ ജീവൻ പോകാനും ആത്മീയത പോകാനും ഒക്കെ കാരണമാകുന്ന ഒരു കാര്യമാണ് ഈ നമ്മൾ മറ്റുള്ളവരെ ശപിക്കുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ചിരി എന്ന് പറഞ്ഞാൽ പലതരം ഉണ്ട് കേട്ടോ. പലതരം ചിരി നമ്മളൊക്കെ പറയാറുള്ളതാണ്. പലതരം ചിരി. ഒന്ന് പുഞ്ചിരി, സ്മൈലിങ്. മദർ തെരേസ പറഞ്ഞൊരു കാര്യം, ഒരു സ്മൈൽ കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട് ഒരാത്മാവിനെ നേടാൻ പറ്റും. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, അദ്ദേഹം സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയവരെയൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു. അതുകൊണ്ട് ഒരു സുവിശേഷ വേല ചെയ്യാൻ പറ്റുമെന്ന് ഒരു പുഞ്ചിരി. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും പൊട്ടിച്ചിരി. അത് വളരെ നല്ലതാണ്. പൊട്ടിച്ചിരിക്കാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അധരങ്ങൾ ജയാരവം കൊണ്ട് നിറയ്ക്കും. എന്ന് പറഞ്ഞാൽ ദൈവം ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിച്ചിരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ഞാൻ വിദേശത്ത് അമേരിക്കയിലായിരുന്ന സമയത്ത് ഒരു അമേരിക്കക്കാരൻ അച്ഛനും ഉണ്ടായിരുന്നു. ഞാൻ താഴത്തെ ഫ്ലോറിലും അച്ഛൻ അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലുമാണ്.
ഞാൻ പൊട്ടിച്ചിരി കേട്ടോണ്ട് ഇതെന്നാ സംഭവിച്ച് വല്ലവരും വന്നിട്ടാണോ എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ പുള്ളി ടി വി കണ്ടോണ്ടിരിക്കുക. അതിനകത്ത് ചില തമാശ കാര്യങ്ങളൊക്കെ പുള്ളി കണ്ടിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിൽ തിന്മ നിറഞ്ഞു നിന്നാൽ നമുക്ക് എന്ത് തമാശ കേട്ടാലും ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പോയിട്ട് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഈ രണ്ട് കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ചിരിയിൽ തന്നെ രണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പരിഹാസച്ചിരി, ഇളിയെന്നൊക്കെ പറയും. പരിഹാസത്തോടെ ചിലര് ചിരിക്കുന്ന മറ്റുള്ളവരെ ഇളിച്ചു കാണിക്കുന്നത് അത് നല്ലതല്ല, അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. 1 സാമുവേൽ 17 നമ്മൾ കാണുന്നുണ്ട്, ദാവീദിനെ പരിഹാസച്ചിരിയോടെ കാണുന്ന ഗോലിയാത്ത്. നീ എന്നടാ പട്ടിയെ കൊല്ലാൻ വരികയാണോ, ഈ കോലും കൈ പിടിച്ചോണ്ട് അങ്ങനെയൊക്കെ ചോദിച്ച് പരിഹസിക്കുന്ന ഗോലിയാത്തിനെ അവിടെ കാണാൻ പറ്റും. മറ്റൊന്നാണ് അട്ടഹാസം. സംഖ്യ 74:23 എടുത്താൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിനെതിരെ പോലും അവരട്ടഹസിച്ച് സംസാരിക്കുന്ന ഒരു രംഗം. വേണമെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ദാനിയേൽ 13-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനം എടുക്കുമ്പോൾ 2 ശ്രേഷ്ഠന്മാര് ഉദ്യാനത്തിൽ ഒരു ഗാർഡനിലായിരുന്നു. സൂസന്നായിക്കെതിരെ അവര് തെറ്റായ കുറ്റാരോപണം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവിടുന്ന് അട്ടഹാസം ഉയർന്നു എന്നുള്ളത് അത് കേട്ടിട്ട് ആളുകൾ ഓടി വരുന്നതിനെ കുറിച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, ചിരിയുടെ സൽഫലങ്ങൾ, അനാറ്റമി ഓഫ് ലാഫിംഗ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ചിരി കൊണ്ട് ഒരുപാട് നന്മയുണ്ട്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മസിൽസ് റിലാക്സിങ്, നന്നായിട്ട് ചിരിക്കുന്നവരുടെ മസിൽസ് റിലാക്സ് ചെയ്യാൻ അത് സഹായിക്കും. ലങ്സ് എക്സ്പാൻഡ് ചെയ്യും, അതൊരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് താൽക്കാലികമായിട്ട് ഉയരും. ഔട്ട് ഓഫ് കൺട്രോളായ അത് ഡേഞ്ചറസ് ആണ്. അങ്ങനെയല്ല, ഹൃദയമിടിപ്പ് അത് താൽക്കാലികമായിട്ട് ഉയരും. BP അത് താൽക്കാലികമായിട്ട് വർദ്ധിക്കും. അതെല്ലാം നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് നല്ല കാര്യങ്ങളാണ്. ശ്വാസോച്ഛ്വാസം അത് ബെറ്റർ ആകും, കുറച്ചുകൂടെ മെച്ചപ്പെടും. അതുപോലെ തന്നെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് വർദ്ധിക്കും. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ചിരി മൂലം നമുക്ക് കിട്ടുന്നത്. എൻഡോർഫിൻ അത് കൂടുതലാവും. എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ പെയിൻ കില്ലറാണ്. നമുക്ക് ഈ വേദനയ്ക്ക് വരുമ്പോൾ നമ്മൾ പെയിൻ കില്ലർ എടുക്കും, ഗുളിക അല്ലെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷൻ. ഇത് നാച്ചുറൽ പെയിൻ കില്ലറാണ് എൻഡോർഫിൻ. അതിൻ്റെ അളവ് വർദ്ധിക്കും നമ്മൾ ചിരിക്കുമ്പോൾ. അതുപോലെ തന്നെ സാധാരണയേക്കാൾ 78 മടങ്ങ് നമ്മുടെ ഈ കാലറി ബേൺ ചെയ്യാൻ ഇത് സഹായിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് വലിയൊരു കാര്യമാണ്. ഇവിടെ ഈ ട്രെഡ്മില്ലൊക്കെ കയറി നമുക്ക് ഒരു ജോഗിങ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം കിട്ടും പോലെ ചിരിക്കുമ്പോൾ ഒരു ഇന്റേണൽ ജോഗിങ് അവിടെ സംഭവിക്കുകയാണ്. ഇത്രമാത്രം നന്മയുള്ള ഒരു കാര്യമാണ് ചിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദുഃഖമകറ്റി സന്തോഷമുള്ളവരായി മാറി ചിരിക്കേണ്ടടുത്ത് ചിരിക്കുന്ന ആ ഒരവസ്ഥ അത് നമുക്കുണ്ടാകുവാൻ ആഗ്രഹിച്ച് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.